Hi students, welcome to M Sigma 0 to Infinity batch. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് partial derivative. Okay, for example, if we have a function y equal to f of x. Okay, y equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ x എന്ന് പറയുന്ന ഏത് വേരിയബിളാ? x ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലേ? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ and y is the dependent variable. എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ? യെസ് അല്ലേ? y equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആര് ഉള്ള y എന്ന് പറയുന്ന വേരിയബിൾ ഉള്ള അല്ലേ? എക്സ് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ഇല്ല അല്ലേ? അപ്പോൾ എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും y ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡിനറി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ഒത്തിരി ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം അല്ലേ? നമുക്ക് y equal to f of x എന്ന ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇയാളുടെ ഡെറിവേറ്റീവ് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? എങ്ങനെ പറയും? ഡെറിവേറ്റീവ് എങ്ങനെ പറയും? dy by dx അല്ലേ? dy by dx എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ? എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് ഉണ്ടാവുന്ന ക്വാണ്ടിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് അനുസരിച്ച് വൈക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവുന്നു എന്ന് കണ്ടുപിടിക്കുന്നതാണ് ശരിക്കും ഈ dy by dx എന്ന് പറയുന്നത് അല്ലേ? ഇനി ഇതിനെ തന്നെ നമുക്ക് എഫിൻ്റെ ടേംസിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? എഫ് ഓഫ് എക്സിന് നമുക്ക് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ? എഫ് ഓഫ് എക്സിന് ഡെറിവേറ്റീവിൻ്റെ നൊട്ടേഷനാണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ dy by dx എന്ന് പറഞ്ഞാലും എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും സെയിം തന്നെ അല്ലേ? ഡെറിവേറ്റീവ് തന്നെ അല്ലേ പറയുന്നത്? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനി എന്താണ് ഈ ഓർഡിനറി ഡെറിവേറ്റീവും പാർഷ്യൽ ഡെറിവേറ്റീവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരിപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഓർഡിനറി ഡെറിവേറ്റീവ് എടുത്തല്ലേ? y equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അയാളുടെ ഡെറിവേറ്റീവ് dy by dx എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറൊരു ഫംഗ്ഷൻ പറയട്ടെ. z equal to f of xy എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു. ഈ ഫംഗ്ഷനിൽ ഡെറിവേറ്റീവ് ഒന്ന് പറഞ്ഞേ. z equal to f of xyക്ക് എത്ര ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട് നോക്കിയേടാ? ഇവിടെ എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലേ? അപ്പോൾ ഈ രണ്ട് പേരും എന്ത് തന്നെയാണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഇനി ഇവിടെ ഇസഡ് ആരാ? ഇസഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ് അല്ലേ? ഇസഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്റ്റ് എക്സും നമുക്ക് ചെയ്യാൻ പറ്റും, വൈയും ചെയ്യാൻ പറ്റും, ശരിയല്ലേ? അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ വിത്ത് റെസ്പെക്റ്റ് എക്സിന് ചേഞ്ച് അനുസരിച്ചും വൈയുടെ ചേഞ്ച് അനുസരിച്ചും നമുക്ക് ആ ഫംഗ്ഷന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് അല്ലെങ്കിൽ മോർ ദാൻ വൺ വേരിയബിൾസ് ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പോകുന്നത്? ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എന്ത് യൂസ് ചെയ്യാൻ പോകുന്നത്? പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നോർമലി ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഒരു ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയുടെ ചേഞ്ച് കാരണം മറ്റൊരു ക്വാണ്ടിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചാണ് ശരിക്കും ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇനി രണ്ട് ക്വാണ്ടിറ്റി, ഒന്നിലധികം ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ വേറൊരു ക്വാണ്ടിറ്റിയുടെ ചേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ അവിടെ എന്ത് പറയണം? പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്യണം. പക്ഷേ പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യുക ഒരു ക്വാണ്ടിറ്റിയുടെ ചേഞ്ചിന്, അതായത് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ മറ്റേ ആൾ എന്താക്കി വയ്ക്കുക? കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്നും ഡോ ഇസഡ് ബൈ ഡോ വൈ എന്നുമാണ് നമ്മൾ എഴുതാറ് കേട്ടോ. അപ്പോൾ ഡി എന്ന് പറയുന്ന നൊട്ടേഷൻ മാറി എന്തായി? ഡോ പാർഷ്യലി അല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് ഡി എന്ന് പറയുന്ന നൊട്ടേഷൻ മാറി ഡോ എന്നായി. അപ്പോൾ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈ. ഇസഡ് എന്ന് പറയുന്ന ആളിനെ വിത്ത് റെസ്പെക്ട് എക്സും ഡെറിവേറ്റീവ് എടുക്കുന്നു, വിത്ത് റെസ്പെക്ട് വൈയും ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വിത്ത് റെസ്പെക്ട് എക്സ് ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നതെങ്കിൽ വൈ എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, ഏത് ക്വാണ്ടിറ്റിയുടെ ചേഞ്ച് ആണോ നമ്മൾ നോക്കുന്നത് മറ്റേ ക്വാണ്ടിറ്റീനെ കോൺസ്റ്റൻ്റ് ആക്കി വേണം വയ്ക്കാനായിട്ട്. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ ആരാടാ കോൺസ്റ്റൻറ്റ്? വൈ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഡോ ഇസഡ് ബൈ ഡോ വൈ ചെയ്യുമ്പോഴും ആര് കോൺസ്റ്റൻ്റാ? എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം മാത്രം മനസ്സിലിരുന്നാൽ മതി, ഭയങ്കര സിമ്പിളാണ്. നോർമലി നമ്മൾ ഓർഡിനറി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ് പാർഷ്യലിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വാണ്ടിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് അല്ലേ? ഒന്നിലധികം വേരിയബിൾസ് വരുന്ന ഫംഗ്ഷനിൽ കേസ് വരുമ്പോൾ ആ ഫംഗ്ഷനിൽ എന്താണ് ഒരു ചേഞ്ച്, ഒരു വേരിയബിളിന് മറ്റ് വേരിയബിൾസ് വരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു വേരിയബിൾ എന്താണ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കും.
അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് നോക്കിയാൽ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡിസ്ക്രൈബ്സ് ഹൗ എ ഫംഗ്ഷൻ ചേഞ്ചസ് ആസ് വൺ ഓഫ് ഇറ്റ്സ് വേരിയബിൾസ് ചേഞ്ചസ് വൈൽ കീപ്പിംഗ് ദ അതർ വേരിയബിൾ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ്റെ ചേഞ്ച് ആണ് കാണിക്കുന്നത് എങ്ങനെയാണ് ഒന്നിലധികം വേരിയബിൾസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിൽ ഒരാളെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഒരു ക്വാണ്ടിറ്റിയെ മറ്റൊരു ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ചേഞ്ച് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി തിയറി ഒന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പേ ഞാൻ ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഫോർമുലാസ് ഇവിടെ ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാം ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ്സിൻ്റെ ഫോർമുലാസ് എല്ലാം അറിയണം. ബേസിക് ആയിട്ട് നമ്മൾ വരുന്ന ഡെറിവേറ്റീവ് ഫോർമുലാസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റൈസ് ടു എൻ -1 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ വരുന്നതാണ് 1/x⁻n 1/x⁻n എന്ന ഫോമിൽ ഒരു ഫംഗ്ഷൻ വന്നാൽ അതിനാളുടെ ഡെറിവേറ്റീവ് എന്താ -n/x⁻n+1. ഓക്കെ, ദെൻ √x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താ 1/2√x. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു എക്സ് 1. കോൺസ്റ്റൻ്റെ ഡെറിവേറ്റീവ് എന്താ 0. നമ്മുടെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -sin x. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ sec²x. ദെൻ കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് -cosec²x. സീക്ക് എക്സ് വരുമ്പോഴോ സീക്ക് എക്സ് ടാൻ എക്സ്. കോസീക്ക് എക്സ് വരുമ്പോൾ -cosec x കോട്ടെക്സ്. ഇതൊക്കെ പഠിക്കാൻ ഈസിയാ അല്ലേ, കറക്റ്റ് അല്ലേ? അപ്പോൾ നോക്കിയേ ഇവിടെ സൈൻ വരുമ്പോൾ കോസ്, ഈ കോസ് വരുന്ന നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ എളുപ്പം ഒരു മാർഗം എന്ന് വെച്ചാൽ ഈ കോസിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോഴും നെഗറ്റീവ് വരുന്നുണ്ട്, അതുപോലെ കൊസീക്കിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോഴും നെഗറ്റീവ് വരുന്നുണ്ട് അല്ലേ. കോസിൽ തുടങ്ങുമ്പോൾ ഒക്കെ നെഗറ്റീവ് വരുന്നുണ്ട്, അതുപോലെ കോട്ടിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോഴും നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രിക്കായിട്ട് ഓർത്ത് വയ്ക്കാം കേട്ടോ. ഇനി ഇതൊക്കെ ഓൾറെഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കേസുകളാണ്. ദെൻ log x-ൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. e⁻x-ൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്. ദെൻ ആ റിസൾട്ടുകളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഓൾറെഡി നിങ്ങൾ പഠിച്ച സാധനങ്ങൾ ഒന്ന് റീകളക്ട് ചെയ്ത് വെച്ചോണം. എന്നിട്ട് നമുക്ക് നേരെ ഫോർമുലയിലോട്ട് പോവാം. എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ള കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. z f(x, y) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ z എന്ന് പറയുന്ന ആരാ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഈ z ആരെ ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുന്നത് എക്സിനെയും വൈനെയും അല്ലേ. z f(x, y) എന്ന് അല്ലേ. z എന്ന് പറയുന്ന ആൾ എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. എക്സും വൈയും എന്താ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്താ z വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ. ഡെറിവേറ്റീവ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് z വിത്ത് റെസ്പെക്ട് ടു x കൺസിഡറിങ് y ആസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ. വൈയെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഇസഡിനെയും എക്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിയേഷനെ നമ്മൾ എന്ത് വിളിക്കും ∂z/∂x എന്ന് വിളിക്കും. അതിന് പല നൊട്ടേഷൻസ് ഉണ്ട് കണ്ടോ. ∂z/∂xനെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും പറയാം, എന്താ zx എന്ന് പറയാം. ദെൻ p എന്ന് പറഞ്ഞാലും ∂z/∂x ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. fx എന്ന് പറഞ്ഞാലും അത് തന്നെ, കാരണം f(x, y) എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ fx എന്ന് കണ്ടാൽ നിങ്ങൾ ആലോചിച്ചാണോ f എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. അപ്പോൾ ആര് കോൺസ്റ്റൻ്റ് ആയിരിക്കും y എന്ന് പറയുന്ന ആൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ∂z/∂y എന്ന് പറഞ്ഞാൽ എന്താണ് ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആര് കോൺസ്റ്റൻറ്റ് എക്സ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പല നൊട്ടേഷൻസ് എന്താ z(y) എന്ന് വിളിക്കാം, q എന്ന് പറയാം, f(y) എന്ന് പറയാം. ഈ നൊട്ടേഷൻസ് ഒക്കെ പല സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും, പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതൊന്നും വറി ചെയ്യേണ്ട, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ. അപ്പോൾ ഇസഡിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക y എ കോൺസ്റ്റൻ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ രണ്ട് ഡെറിവേറ്റീവ്സിനാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓക്കെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്തൊക്കെ ചെയ്യണം ∂z/∂xഉം ∂z/∂yയും കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇനി വേറെ ഒന്നും പഠിക്കാനില്ല, പഠിച്ചു കഴിഞ്ഞു. ഫോർമുലയോ ഒന്നുമില്ല, ക്വസ്റ്റ്യൻ കിട്ടുന്നു, ആൻസർ ചെയ്യുന്നു, ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. പാർഷ്യൽ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം, നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞാൽ y എന്ന് പറയുന്ന ആളെ കോൺസ്റ്റൻ്റ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പണ്ട് പഠിച്ച പോലെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല, ഭയങ്കര ഈസിയാണ്. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ∂f/∂x ആൻഡ് ∂f/∂y. ∂f/∂yയും ∂f/∂xും കണ്ടുപിടിക്കുക. എന്തൊക്കെയാ കുറേ ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ക്വസ്റ്റൻ എല്ലാം കൂടി ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണ്. നമുക്ക് ഓരോ ക്വസ്റ്റൻ ആയിട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താ f(x, y) = x² + y³. യെസ്, f(x, y) = x² + y³.
എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എഫ് എന്നാണ് കൊടുത്തിട്ടുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് അല്ലേ? ശരി. അപ്പോൾ എന്നിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഡോ എഫ് ബൈ ഡോ എക്സ്. എഫ് എന്ന് പറയുന്ന ആളെ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ മനസ്സിൽ വേണം, വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ഡെറിവേറ്റ് എടുക്കുന്നെങ്കിൽ ആര് കോൺസ്റ്റൻറ്റ്? വൈ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്ക് നിന്നാൽ ഡെറിവേറ്റ് എന്താ? 0. കോൺസ്റ്റൻ്റെ ഡെറിവേറ്റ് 0 ആണെന്ന് മനസ്സിൽ വേണം. കോൺസ്റ്റൻ്റ് ഒരു ഫംഗ്ഷൻ്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ കോൺസ്റ്റൻ്റ് അതുപോലെ മാറ്റി നിർത്തിയിട്ട് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റ് നമ്മൾ എടുക്കും. അങ്ങനെയാണല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താ? എഫിന് വരെ എന്ത് കൊടുക്കണം? നമ്മുടെ ക്വസ്റ്റ്യൻ കൊടുക്കണം എക്സ് സ്ക്വയർ പ്ലസ് വൈ ക്യൂബ്. ഓക്കെ. അപ്പോൾ ഇനി ഡെറിവേറ്റ് എടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ് എന്താണ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സ് എന്ന് പറയുന്ന ആളെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. എക്സ് എവിടെ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ബാക്കി ആരെയും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കൂടെ നിൽക്കുന്ന ആൾ കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ വേണമെങ്കിൽ നമുക്കിത് ഇത്രയും സ്റ്റെപ്പൊന്നും ചെയ്യേണ്ട. ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ കുഞ്ഞാക്കി സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ക്യൂബ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ. അതിനി പറഞ്ഞേ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x. യെസ്. പ്ലസ് അടുത്തത് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ക്യൂബ്. ഞാൻ പറഞ്ഞു വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ വൈ എന്ന് പറയുന്ന ആളാരാ? കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0. മനസ്സിലായോ? അപ്പോൾ ആൻസർ എന്ത് വരും? 2x. അതാണ് ഞാൻ പറഞ്ഞത്, വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എക്സ് എവിടെ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ബാക്കി ഏത് വേരിയബിളെയും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ശരി. അങ്ങനെയാണെങ്കിൽ ഡോ എഫ് ബൈ ഡോ വൈ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? രണ്ട് പേർക്കും രണ്ട് ടേം. ഈ പ്ലസ്സോ മൈനസോ ഇട്ട് കഴിഞ്ഞാൽ അത് രണ്ട് ടേം ആണെന്നല്ലേ മീനിങ്. അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പേർക്കും ഡെറിവേറ്റ് എടുക്കണം എന്നല്ലേ? അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യൂബ്. ഇനി പറഞ്ഞേ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നതെങ്കിൽ ആര് കോൺസ്റ്റൻറ്റ്? എക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ എക്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്താ? 0 പ്ലസ് ഇനി വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? വൈ ക്യൂബ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു എന്നിൻ്റെ ഫോം അല്ലേ? വൈ റൈസ് ടു എന്നിൻ്റെ ഫോം. അപ്പോൾ 3y സ്ക്വയർ അല്ലേ? വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3y സ്ക്വയർ. 3y സ്ക്വയർ. അപ്പോൾ ആൻസർ എന്താ? 3y സ്ക്വയർ. യെസ്. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ അല്ലേ? ഓർത്ത് വെച്ച് വയ്ക്കുക. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻറ്റ്, വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻറ്റ്. ഇനി എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ വേഗം ചെയ്യും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ, എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂ വൈ പ്ലസ് 2x വൈ സ്ക്വയർ. എക്സ് ക്യൂ വൈ പ്ലസ് 2x വൈ സ്ക്വയർ. വേഗം കണ്ടുപിടിച്ച ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഓരോ ടേമിനും കൊടുക്കുക എക്സ് ക്യൂബ് വൈ പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 2x വൈ സ്ക്വയർ. രണ്ട് ടേം ഉണ്ടായിരുന്നു, രണ്ട് ടേമിന് കൊടുക്കാൻ പോവാണ് വിച്ച് ഈസ് ഈക്വൽ ടു. ഞാൻ പറഞ്ഞു വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ആര് കോൺസ്റ്റൻറ്റ്? വൈ കോൺസ്റ്റൻറ്റ്. വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വേരിയബിളിൻ്റെ കൂടെ നിന്നാൽ നമ്മൾ കോൺസ്റ്റൻറ്റ് അതുപോലെ മാറ്റി നിർത്തും. അങ്ങനെയല്ലേ ചെയ്യാറ്? അപ്പോൾ വൈ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് വൈ എന്ന് പറഞ്ഞാൽ വൈ അതുപോലെ എഴുതി. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3x സ്ക്വയർ. ഓക്കെ അല്ലേ? പ്ലസ് അടുത്ത വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ആര് കോൺസ്റ്റൻറ്റ്? വൈ സ്ക്വയർ കോൺസ്റ്റൻറ്റ്. ഇനി അതുപോലെ 2ഉം കോൺസ്റ്റൻറ്റ് അല്ലേ? അപ്പോൾ 2y സ്ക്വയർ കോൺസ്റ്റൻറ്റ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ 3yx സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ എന്ന് ആൻസർ വരും. കറക്റ്റ് അല്ലേ? ക്ലിയർ ആയോ? ക്ലാരിറ്റി ഉണ്ടല്ലോ? എന്ത് ചെയ്യണം? ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്തപ്പോഴത്തേക്ക് ആദ്യത്തെ ടേം എഴുതി. ദെൻ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൈ ഒന്നും ചെയ്യരുത്, അതുപോലെ വെച്ചു. ഇനി എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നോക്കുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. ഓക്കെ. പ്ലസ് അടുത്തത് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്തപ്പോൾ 2ഉം വൈ സ്ക്വയറും കോൺസ്റ്റൻ്റ്, അവർ അതുപോലെ വെച്ചു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഫൈൻ. അടുത്ത് ചെയ്യാം ഡോ എഫ് ബൈ ഡോ വൈ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ക്യൂബ് വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് 2x വൈ സ്ക്വയർ. ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ആര് കോൺസ്റ്റൻറ്റ്? എക്സ് ക്യൂബ് അതുപോലെ വെച്ചു. വൈയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ആര് കോൺസ്റ്റൻറ്റ്? 2ഉം എക്സും കോൺസ്റ്റൻ്റ് ആണ്. ദെൻ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2y. ഓക്കെ. ഇനി ഇതിനൊന്ന് ഭംഗിയാക്കി എഴുതണ്ടേ? അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 2 × 2 4 അല്ലേ? 4xy. എക്സ് ക്യൂബ് പ്ലസ് 4xy. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ?
അപ്പോൾ അടുത്ത ദിവസത്തിലോട്ട് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കട്ടെ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് വൈ അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ, എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് വൈ. ഇ റൈസ് ടു എക്സ് വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിൽ വേണം എന്താ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താ ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് വൈ. ഇപ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യും, ഇ റൈസ് ടു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ, ഇ റൈസ് ടു എക്സ് വൈ ഇൻറ്റു തീർന്നില്ല. എന്ത് ചെയ്യണം, നോർമലി നമ്മൾ അങ്ങനെയല്ലേ, ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ആണ്. എക്സ് അല്ലാതെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ടേമിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ ഇ റൈസ് ടു എക്സ് വൈ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താണ്, എക്സ് വൈയുടെ ഡെറിവേറ്റീവ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ, വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ആര് കോൺസ്റ്റൻറ്റ്, വൈ കോൺസ്റ്റൻറ്റ്. അപ്പോൾ വൈ അതുപോലെ എഴുതി, അപ്പോൾ വൈ ഇ റൈസ് ടു എക്സ് വൈ എന്ന് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇ റൈസ് ടു എക്സ് വൈ എന്ന് പറയുന്ന ആ ടേം, അപ്പോൾ ഇ റൈസ് ടു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് വൈ അതുപോലെ എഴുതി. ഇനി എക്സ് അല്ലാതെ മുകളിൽ ആര് വന്നാലും അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ അയാളെന്ന് പറഞ്ഞാൽ ആരെവിടുത്തെ, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ. ഇനി എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ, പാർഷ്യലാണ്. വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ആര് കോൺസ്റ്റൻറ്റ്, വൈ കോൺസ്റ്റൻറ്റ്. അപ്പോൾ വൈ ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ. യെസ്. അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് തന്നെ ചെയ്യാലോ. എന്താണ്, ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഡോ ബൈ ഡോ വൈ ഓഫ് ഇ റൈസ് ടു എക്സ് വൈ. യെസ്, വിച്ച് ഇസ് ഈക്വൽ ടു വീണ്ടും ഇ റൈസ് ടു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ, ഇ റൈസ് ടു എക്സ് വൈ തന്നെയാണ്, ഇൻ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ. ഡോ ബൈ ഡോ എക്സ് അല്ലല്ലേ, ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ. വീണ്ടും വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ ആര് കോൺസ്റ്റൻറ്റ്, എക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എക്സ് ഇ റൈസ് ടു എക്സ് വൈ എന്ന് ആൻസർ വരും. കറക്റ്റ് അല്ലേ, പെട്ടെന്ന് കിട്ടിയല്ലേ, ഒന്നുമില്ല, ഈസി. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ദെൻ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർത്ത് വൺ എന്തായിരുന്നു, എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇനി എല്ലാം നിങ്ങൾക്ക് ചെയ്യാവേ. അപ്പോൾ ഇനി ഞാൻ ഒന്നും പറഞ്ഞു തരാനില്ല, ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ശരിക്കും പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ കോൺസെപ്റ്റ് കഴിഞ്ഞു. ഇനി എത്ര ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ചെയ്യും. എന്ത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ തറവാക്കും. അതാണ് നമ്മൾ ഇനി ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ വരെ ചെയ്തു. ഫോർത്ത് വൺ എന്ന് വെച്ചാൽ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. യെസ്, എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി വേഗം പറയാം, ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്യാം. ഓക്കെ, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x. മറന്നു പോകരുത്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ 1/x ആണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് വെച്ചാൽ 1/x ആ. അപ്പോൾ ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. തീർന്നോ, ഇല്ല. എക്സ് അല്ലാതെ ആര് വന്നാലും അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ, ഇൻ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻ ടു വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അടുത്ത വൈ സ്ക്വയർ നോക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല, വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ ആൻസർ എന്ത് വരും ഇവിടെ, 2x/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. യെസ്, 2x/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇതുപോലെ തന്നെ ശരിക്കും ഇത് കണ്ടാൽ തന്നെ അറിയാം ഡോ എഫ് ബൈ ഡോ വൈ എന്ത് ആൻസർ വരും എന്നുള്ളത് അല്ലേ. അപ്പോൾ ഡോ എഫ് ബൈ ഡോ വൈയും കൂടെ പറഞ്ഞേ. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് വീണ്ടും ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു തീർന്നോ, ഇല്ല, ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു വീണ്ടും 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എന്താ, വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ എന്താ കോൺസ്റ്റൻറ്റ് പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y. യെസ്, വിച്ച് ഇസ് ഈക്വൽ ടു 2y/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, 2y/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ആയല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഒരു ഫംഗ്ഷനകത്ത് വേറൊരു ഇത് കയറി വരുന്നതാണ്, ഫംഗ്ഷൻ കയറി വരുന്നതാണ്. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. തീർന്നില്ല, അവിടെ എക്സ് അല്ലാതെ ഏത് ടേം വന്നാലും ആ ടേമിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എപ്പോഴും ആ കാര്യം മൈൻഡ് വേണം, മറന്നു പോകരുത്. നല്ല പോലെ പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. വേറെ ടെൻഷനൊന്നും വേണ്ട. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിച്ചാൽ ഇതുപോലെ വരുന്ന ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഫിഫ്ത്ത് വൺ അല്ലേ. ഫിഫ്ത്ത് വൺ എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y ദ ഹോൾ റൈസ് ടു 8. 2y ദ ഹോൾ റൈസ് ടു 8 ശരിയാണോ? എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y ദ ഹോൾ റൈസ് ടു 8. കറക്റ്റ്, 2y ദ ഹോൾ റൈസ് ടു. ഓക്കെ, ശരി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവാണ്. ഇത് ഡെറിവേറ്റീവ് ആദ്യം വേണ്ടേ, ഡോ എഫ് ബൈ ഡോ എക്സ്. യെസ്,
ആ ഇത് ഏത് ഫോമില? ഈ ഫംഗ്ഷൻ കണ്ടിട്ട് എന്തോ ഒരു വശപ്പശക് തോന്നുന്നുണ്ടല്ലേ? വേറൊന്നുമില്ല, ആള് ചെറുതാ, പക്ഷേ പവർ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു പ്രശ്നം തോന്നുന്നു അല്ലേ? വേറൊന്നുമില്ല, ഇത് ഏത് ഫോമിലുള്ള ഈ ഫംഗ്ഷൻ? എക്സ് റൈസ് ടു എൻ എന്ന ഫോമിലല്ലേ? നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. അതുപോലെ ഒരു ടേമിൻ്റെ പവറിൽ ഒരു നമ്പർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് എന്തെന്ന് വിചാരിക്കുക? എക്സ് എന്ന് വിചാരിക്കുക അല്ലേ? ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് എക്സ് എന്ന് വിചാരിച്ചാൽ എക്സ് റൈസ് ടു എൻ എന്ന ഫോമിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് എന്താ? എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഇവിടുത്തെ എൻ എന്ന് പറഞ്ഞാൽ എന്താ? 8 അല്ലേ? അപ്പോൾ 8 അടുത്ത എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y ദ ഹോൾ റൈസ് ടു എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ 8 മൈനസ് 1 7. തീർന്നോ? ഇല്ല. ഇൻറ്റു എന്ത് ചെയ്യണം? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇവിടെ എക്സ് അല്ലാതെ വന്ന ടേം ഏതാ? എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y. ആ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ആ ടേം കാണുമ്പോൾ ഇപ്പം നമ്മൾ ലോഗ് എക്സ് എന്ന് വിചാരിച്ചില്ലേ? അതുപോലെ തന്നെയാണ് ഈ ഫംഗ്ഷൻ കാണുമ്പോൾ നമുക്കറിയാം എക്സ് റൈസ് ടു എൻ സംതിങ് റൈസ് ടു എൻ എന്ന ഫോമിൽ. അപ്പോൾ ആ സംതിങ് എന്ന് പറയുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. എന്ത് ചെയ്യും? എക്സ്ട്രാ വന്നിട്ടുള്ള ടേമിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇതൊന്ന് അറേഞ്ച് ചെയ്തേ. അപ്പോൾ 8 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y ദ ഹോൾ റൈസ് ടു 7 ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് പറഞ്ഞേ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 5xൻ്റെ ഡെറിവേറ്റീവ് 5 ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അല്ലേ? ദെൻ മൈനസ് 2y നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ആര് കോൺസ്റ്റൻറ്റ്? y കോൺസ്റ്റൻറ്റ്. അപ്പോൾ 0 കൊടുത്തു. ഇത്രയും ഡീറ്റെയിൽ ഒന്നും എഴുതണ്ട, പെട്ടെന്ന് എഴുതി പോയാൽ മതി. ഓക്കെ, അപ്പോൾ 8 ഇൻറ്റു ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y ദ ഹോൾ റൈസ് ടു 7 ഇൻറ്റു 2x പ്ലസ് 5. യെസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പ് എഴുതുന്നതൊക്കെ എല്ലാവരും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു അതുപോലെ ചെയ്യും. ഇത്രയും സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നൊന്നുമില്ല, എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പെട്ടെന്നൊരു കേൾക്കുന്ന ഒരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് ചെയ്തു പോവുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റനൊക്കെ ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റൻ ചെയ്താലും നിങ്ങൾക്ക് ഈസി വിത്തിൻ സെക്കൻഡ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഡോ എഫ് ബൈ ഡോ വൈ. ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യാനായിട്ട് ഇതേപോലെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ്? സെയിം എഴുതുമ്പോൾ ആദ്യത്തെ മാറ്റം ഉണ്ടോ? 8 ഇൻറ്റു അല്ലേ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്ന ഫോമിൽ തന്നെ അല്ലേ? ഇൻറ്റു എന്ത് മാത്രം വരും? ഡോ ബൈ ഡോ വൈ ഓഫ് എന്ന് പറയുന്ന ഒരു ടേം മാത്രം വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ അതെന്ത് വരും? ഹോൾ റൈസ് ടു 7 ഇൻറ്റു വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റുമോ? ഇല്ല. 0 പ്ലസ് 5x നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ദെൻ മൈനസ് 2യുടെ ഡെറിവേറ്റീവ് എന്താ? -2 കേട്ടോ. അപ്പോൾ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ ഈ എക്സ് വരുന്ന ടേമുകളൊന്നും നമ്മൾ നോക്കണ്ട. വൈ ഉണ്ടെങ്കിൽ മാത്രം നോക്കുക അല്ലേ? വൈയുടെ കൂടെയാണ് എക്സ് നിൽക്കുന്നതെങ്കിൽ നോക്കണം. എക്സ് മാത്രമായിട്ട് നിൽക്കുന്ന ടേംസ് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, കാരണം എക്സ് കോൺസ്റ്റൻ്റാ. ഓക്കെ, ദെൻ അപ്പോൾ -2 എന്ന് വന്നു. അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ ഈ -2 8 കൂടെ -16 ആവത്തില്ലേ? -16 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y ദ ഹോൾ റൈസ് ടു 7. യെസ്, ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സും കിട്ടി, ഡോ എഫ് ബൈ ഡോ വൈയും കിട്ടി. ഓക്കെ, 2 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ നമ്മുടെ എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി കുഞ്ഞു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, എല്ലാം കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് വീണ്ടും ഡോ എഫ് ഇത് തന്നെ. അപ്പം നമുക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പം നേരത്തെ നമ്മൾ എഫ് ഓഫ് എക്സ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫംഗ്ഷന് പല രീതിയിൽ നമുക്ക് പേര് വിളിക്കാം. ഇസഡ് എന്ന് പറയുന്ന പേര് കൊടുക്കാം, എഫ് എന്ന് വിളിക്കാം, എല്ലാ ഫംഗ്ഷൻസ് തന്നെയല്ലേ. അപ്പോൾ നേരത്തെ ക്വസ്റ്റിനകത്ത് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്ന് എടുത്തെങ്കിൽ ഇവിടെ ഇസഡ് ഈക്വൽ ടു എന്ന് എടുത്തു. അതുകൊണ്ട് കണ്ടുപിടിക്കേണ്ട ടേം മാറി, ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് മാറി, ഡോ ഇസഡ് ബൈ ഡോ വൈ എന്നും മാറി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ നമ്മൾ ചെയ്യുന്ന മെത്തേഡോ കാര്യങ്ങളോ ഒന്നും മാറുന്നില്ല, എഴുതുന്ന നൊട്ടേഷൻസ് മാറി, അത്രയേ ഉള്ളൂ. 2 രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇസഡ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് വൈ. ഇസഡ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് വൈ എന്നുള്ളതാ ക്വസ്റ്റ്യൻ അല്ലേ? എന്തൊക്കെ വേണം? ഡോ ഇസഡ് ബൈ ഡോ എക്സ്. വേഗം പറഞ്ഞേ. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സൈൻ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? സൈൻ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് വൈ. തീർന്നോ? ഇല്ല. ഇൻറ്റു അവിടെ എക്സ് അല്ലാതെ സൈൻ എക്സ് എന്ന് പറയുന്നതിന് പകരം എക്സ് വൈ എന്നല്ലേ വന്നത്. അപ്പോൾ ആ ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ ആദ്യം സൈൻ എക്സ് എന്ന് വിചാരിക്കുക. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. അപ്പോൾ കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ്ട്രാ വന്ന ടേമിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ആര് കോൺസ്റ്റൻറ്റ്? വൈ കോൺസ്റ്റൻറ്റ് അല്ലേ? അപ്പോൾ വൈ ആദ്യം എഴുതുക. വൈ കോസ് ഓഫ് എക്സ് വൈ.
കറക്റ്റ് അല്ലേ? അപ്പോൾ അടുത്തത് പറഞ്ഞ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ത് വരും? വീണ്ടും സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് വൈ ഇൻറ്റു എന്ത് വരും? ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ. വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ ആരാ കോൺസ്റ്റൻറ്റ്? വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ എക്സ് അതുപോലെ നിൽക്കും അല്ലേ? അപ്പോൾ എക്സ് അതുപോലെ നിന്നു. കോസ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് വൈയുടെ ഡെറിവേറ്റീവ് 1 തന്നെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ആലോചിച്ചോണം, വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ വൈ ഒന്നും ചെയ്യുക, അവിടെ വൈ വരുന്ന ടേം എന്താണോ ഉള്ളത് ആ ടേം അതുപോലെ നിലനിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലെപ്പോഴും വേണം. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Z is equal to x square plus 2xy plus y square അല്ലേ? Z is equal to x square plus 2xy plus y square. എടുത്തേ, ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ടേമിനും ഡെറിവേറ്റീവ് കൊടുക്കാൻ പോവാണേ. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ്, നിങ്ങൾ എൻ്റെ കൂടെ ചെയ്തു പോകണം, ക്ലാസ് കേട്ടിരുന്നിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കരുത്, കൂടെ ചെയ്തു പോകണം. ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ സ്ക്വയർ. യെസ്. വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. യെസ്. ദെൻ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ആരൊക്കെ കോൺസ്റ്റൻറ്റ്? 2ഉം വൈയും കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ വെച്ചു അവരെ. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. യെസ്. അടുത്ത വിത്ത് റെസ്പെക്ട് എക്സ് ആണേ ചെയ്യുന്നത്. ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ടോ? ഇല്ല. ടേം ഇല്ലെങ്കിൽ ഡെറിവേറ്റീവ് 0. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും? 2x + 2y. കറക്റ്റാണല്ലോ? തീർന്നോ? ഇല്ല. ഇനി അടുത്ത് എന്തൊക്കെ ചെയ്യണം? ഡോ ഇസഡ് ബൈ ഡോ വൈ കൂടെ കണ്ടുപിടിക്കണം. പറഞ്ഞേ, ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് 2xy പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ. ഓക്കെ, ഇനി ഡെറിവേറ്റീവ് പറഞ്ഞു. വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ ഇവിടെ വൈ ഉണ്ടോ? വൈ ഇല്ല. വൈ ഇല്ലെങ്കിൽ ഡെറിവേറ്റീവ് 0. പ്ലസ് വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ ആരൊക്കെ കോൺസ്റ്റൻറ്റ്? 2x കോൺസ്റ്റൻ്റ് ആണ്, വൈയുടെ ഡെറിവേറ്റീവ് 1. ദെൻ വീണ്ടും വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y വിച്ച് ഈസ് ഈക്വൽ ടു 2x + 2y. യെസ്. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ? ആ ക്വസ്റ്റ്യനും കിട്ടി. തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റും അല്ലേ? അപ്പോൾ അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ ക്ലിയർ ആണല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് വൺ. Z is equal to x raised to 4 sin of x y cube. ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഓക്കെ, എക്സ് റൈസ് ടു 4 ഇൻറ്റു സൈൻ ഓഫ് എക്സ് വൈ ക്യൂബ് ആണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്. പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസിൻ്റെ നോർമലി ഡെറിവേറ്റീവ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മുടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക അല്ലേ? പ്രോഡക്റ്റ് റൂൾ എന്താണ്? ഈ പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ശരിയല്ലേ? അപ്പോൾ പ്രോഡക്റ്റ് റൂൾ എപ്പോഴും മൈൻഡിൽ വേണം. രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഏത് റൂളാണ് യൂസ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് റൂൾ. ഓക്കെ, അപ്പോൾ ഇവിടെ അത് വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ചെയ്യാൻ പോവുക. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ കയ്യിലുള്ള രണ്ട് ഫംഗ്ഷനിലും എക്സ് എന്ന് പറയുന്ന വേരിയബിൾ വേണം. നോക്കിയടാ, ഇവിടെ രണ്ട് ഫംഗ്ഷനാണ് ഉള്ളത്. ഒന്ന് എക്സ് റൈസ് ടു 4ഉം രണ്ടാമത്തെ സൈൻ ഓഫ് എക്സ് വൈ ക്യൂബും. രണ്ടിലും എക്സ് ഉണ്ടോ? ഉണ്ട്. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തല്ലേ പറ്റുള്ളൂ. ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ അപ്പോൾ എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക. അപ്പോൾ എക്സ് റൈസ് ടു 4 അതുപോലെ എഴുതി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അപ്പോൾ എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ആരാ? സൈൻ ഓഫ് എക്സ് വൈ ക്യൂബ്. യെസ്. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ ഓഫ് എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് റൈസ് ടു 4. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? പ്രോഡക്റ്റ് റൂൾ ഓർമ്മയുണ്ടല്ലോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, ഇനി ഡയറക്റ്റ് ആൻസർ എഴുതിയാൽ മതി. എക്സ് റൈസ് ടു 4 ഇൻറ്റു ഇനി ഡെറിവേറ്റീവ് പറഞ്ഞേ സൈൻ ഓഫ് എക്സ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സൈൻ എക്സ് എന്ന് വിചാരിക്കുക അല്ലേ? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. കോസ് ഓഫ് എക്സ് വൈ ക്യൂബ്. തീർന്നോ? ഇല്ല. ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഇല്ല. എന്താ ചെയ്യേണ്ടേ? എക്സ് അല്ലാതെ വന്ന ടേമിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ കൂടെ ചെയ്യണ്ടേ? ആണല്ലോ? യെസ്. അടുത്തത് സൈൻ ഓഫ് എക്സ് വൈ ക്യൂബ് ഇൻറ്റു വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 4x ക്യൂബ്. ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ മതി അല്ലേ? അപ്പോൾ എക്സ് റൈസ് ടു 4 ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ ക്യൂബ് ഇൻറ്റു എന്താണ്? വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ടല്ലേ? അപ്പോൾ വൈ ക്യൂബ് അതുപോലെ കോൺസ്റ്റൻ്റ് ആണ്. വൈ ക്യൂബ് അതുപോലെ എഴുതി. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ മതി. 4x ക്യൂബ് സൈൻ ഓഫ് എക്സ് വൈ ക്യൂബ്. യെസ്. ഓക്കെ അല്ലേ? ആണെങ്കിൽ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഈ വൈ ക്യൂബിനെ കൂടെ നമുക്ക് ഫ്രണ്ടിലൊന്ന് എഴുതാമേ. അപ്പോൾ ഇവിടെ എന്ത് വരും?
വൈ ക്യൂബ് അല്ലേ, ഞാൻ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്ട് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. വൈ ക്യൂബ് എക്സ് റൈസ് ടു 4 ഇങ്ങനെയാണ് എഴുതാം. അങ്ങനെ ഇട്ടിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ വേണമെങ്കിൽ ഇടയ്ക്കുള്ള സ്റ്റെപ്പുകൾ ഇത്രയും ഇലാബറേറ്റ് ചെയ്യാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇതാണ് കറക്റ്റ് മെത്തേഡ്. പതുക്കെ പതുക്കെ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് പേടിക്കാണ്ട് തെറ്റാണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് കിട്ടി. അടുത്തത് നമുക്ക് എന്താ വേണ്ടേ, ഡോ ഇസഡ് ബൈ ഡോ വൈ വേണം. ഡോ ഇസഡ് ബൈ ഡോ വൈ വേണം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കണം, പ്രോഡക്റ്റ് റൂൾ വേണം. എപ്പോഴും നിങ്ങൾ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഉടനെ ചാടി കയറി പ്രോഡക്റ്റ് റൂൾ അങ്ങ് കൊടുത്ത് കളയരുത്. മിക്കപ്പോഴും തെറ്റാൻ ചാൻസ് ഉള്ള കാര്യമാണ്. കാരണം രണ്ട് ഫംഗ്ഷൻ ഇല്ല, അപ്പോൾ പ്രോഡക്റ്റ് റൂൾ തന്നെ എന്ന് വിചാരിക്കും. പ്രോഡക്റ്റ് റൂൾ കൊടുത്താലും കിട്ടും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എപ്പോഴാണ് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടത്, നമുക്ക് ഏത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ആണോ ചെയ്യേണ്ടത്, രണ്ട് ഫംഗ്ഷനിൽ ആ വേരിയബിൾ ഉണ്ടെങ്കിൽ മാത്രം പ്രോഡക്റ്റ് റൂൾ കൊടുത്താൽ മതി. ഇവിടെ രണ്ടിലും എക്സ് ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് റൂൾ കൊടുത്തല്ലേ. ഇനി നോക്കിയാൽ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ ശരിക്കും ഇവിടെ പ്രോഡക്റ്റ് റൂളിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. കാരണം ആദ്യത്തെ ഫംഗ്ഷൻ എക്സ് റൈസ് ടു 4 അല്ലേ ഇടാം, ആ എക്സ് റൈസ് ടു 4 ആണ്, വൈ ഇല്ലല്ലോ. അപ്പോൾ വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ സൈനിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ എക്സ് റൈസ് ടു 4 കോൺസ്റ്റന്റ് എന്ന് വിചാരിച്ചാൽ പോരെ, കറക്റ്റ് അല്ലേ. നമ്മൾ നോർമലി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, എക്സ് റൈസ് ടു 4 കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക, കാരണം വിത്ത് റെസ്പെക്ട് വൈ ആ ചെയ്യുന്നത്. ഇനി സൈനിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താ, കോസ് ഓഫ് എക്സ് വൈ ക്യൂബ് ഇൻറ്റു, ഇനി തീർന്നില്ല, എന്താ ഡോ ബൈ ഡോ വൈ ഓഫ് എന്താ എക്സ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ കൂടെ ചെയ്യുക. അപ്പോൾ ഇനി പറഞ്ഞേ എക്സ് റൈസ് ടു 4 ഇൻറ്റു കോസ് ഓഫ്, ഇത് പ്രോഡക്റ്റ് റൂളിൽ എടുത്താലും കിട്ടും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇനി വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ ആര് കോൺസ്റ്റൻറ്റ്, എക്സ് കോൺസ്റ്റൻറ്റ്. ദെൻ വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ, അല്ല എക്സ് കോൺസ്റ്റൻറ്റ്, വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3y². അപ്പോൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്തേ, ഈ എക്സ് റൈസ് ടു 4ഉം ഈ എക്സും കൂടെ ചേർന്ന് എക്സ് റൈസ് ടു 5 എന്ന് എഴുതിക്കൂടെ, 3 സ്റ്റാർട്ടിങ്ങിൽ എഴുതിക്കൂടെ. അപ്പോൾ 3 എക്സ് റൈസ് ടു 5 y² കോസ് ഓഫ് എക്സ് വൈ ക്യൂബ്. ഇതാണ് ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത്. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്താണ്, 3 എക്സ് റൈസ് ടു 5 y² കോസ് ഓഫ് എക്സ് വൈ ക്യൂബ് എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ എന്താണ്, അപ്പോൾ നമ്മുടെ പറഞ്ഞിട്ടുള്ള 3 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയാലോ. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് മോർ ദാൻ 2 വേരിയബിൾസ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരുന്നത് 2 വേരിയബിളുടെ കേസ്. ഇനി 2ൽ കൂടുതൽ വേരിയബിൾ വന്നാലും നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത എക്സാമ്പിൾസ് എല്ലാം 2 വേരിയബിൾ എക്സ്, ഇപ്പോൾ ഇസഡ് ഈക്വൽ ടു എക്സ് വൈ എന്നുള്ള രീതിയിലുള്ളതായിരുന്നു. ഈ മോർ ദാൻ 2 വേരിയബിൾസ് എക്സ് വൈ ഇസഡ് 3 എണ്ണം വരുന്ന ടേംസ് വരുന്ന ഫംഗ്ഷൻസും ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ, റെഡി ആണല്ലോ, ചെയ്യാം. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ് വിത്ത് മോർ ദാൻ 2 വേരിയബിൾസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഗിവൺ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ചോദിക്കുന്നത്, ഫംഗ്ഷൻ തരുന്നു, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. കമ്പ്യൂട്ട് ദ ഫോളോയിങ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ, ആ ഡെറിവേറ്റീവ്സിനെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നാ പേരല്ലേ. അപ്പോൾ ഈ പറയുന്നതിന് പകരം ചിലപ്പോൾ കമ്പ്യൂട്ട് ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വേർഡും കൂടെ മൈൻഡിൽ വേണം, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലേ. ഫസ്റ്റ് ഓർഡർ അല്ലേ ഡെറിവേറ്റീവ്, എന്താണ് ഡിഗ്രി 1 അല്ലേ വരുന്നത്. ഓക്കെ, അടുത്തത് അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, എ ബി സി 3 ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, എ പാർട്ട് എന്താണ്, എഫ് എക്സ് അല്ലേ, എഫ് എക്സ് ഓഫ് എക്സ് വൈ ഇസഡ് ആക്കണ്ടോ. ഞാൻ നൊട്ടേഷൻ തന്നാൽ മനസ്സിലായി. ഈ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് എടുക്കാൻ പോവുകയാണ്. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, ഇത് തന്നെയാണ്. എന്താ, ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് മീനിങ് തന്നെയാണ് എഫ് എക്സ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് എടുക്കാൻ പോവുകയാണ് എന്ന് പറയുന്നതാണ് എഫ് എക്സ്. വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും ഇടാൻ നോക്കാം. ആദ്യത്തേത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താ എക്സ് ക്യൂബ് y² ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് x² y ഇസഡ് ക്യൂബ്. ഓക്കെ, കേട്ടോ. വിത്ത് റെസ്പെക്ട് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് എടുക്കാൻ പോകണം. 2 ടേം ഉണ്ട്, 2 പേർക്കും ഡെറിവേറ്റീവ് കൊടുത്തു. ആദ്യത്തെ ടേമിൽ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ആരൊക്കെ കോൺസ്റ്റന്റ്, y² ഇസഡും കോൺസ്റ്റന്റ്. അതാണ് ഓർക്കേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ബാക്കി വേറെ ആരൊക്കെ കോൺസ്റ്റന്റ് ഉണ്ടോ അവരെല്ലാം വേറെ കൂടെ ഏതൊക്കെ വേരിയബിൾസ് ഉണ്ടോ അതെല്ലാം എന്താ കോൺസ്റ്റന്റാണ്. ഇവിടെ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്ന വൈയും ഇസഡും കോൺസ്റ്റന്റാണ്. ഓക്കെ, അത് എപ്പോഴും എക്സ് ആണെങ്കിൽ വൈ കോൺസ്റ്റന്റ് ഒന്നും മനസ്സിൽ വെക്കരുത്. വിത്ത് റെസ്പെക്ട് ഏത് വേരിയബിൾ ആണോ ചെയ്യുന്നത് അതല്ലാതെ ബാക്കിയുള്ള വേരിയബിൾസ് എല്ലാം കോൺസ്റ്റന്റ് എന്ന് തന്നെ വിചാരിച്ചോണം. ഓക്കെ ആണല്ലോ. അപ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ആരൊക്കെ കോൺസ്റ്റന്റ്, വൈയും ഇസഡും കോൺസ്റ്റന്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, y² ഇസഡും കോൺസ്റ്റന്റ് ആണെന്ന് വെച്ചു. ഇനി എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 3x². ഓക്കെ അല്ലേ, പ്ലസ് അടുത്ത വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ആരൊക്കെ കോൺസ്റ്റന്റ്, വൈയും
ഇസഡ് ക്യൂബും കോൺസ്റ്റൻറ്റ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്താൽ പോരെ. അപ്പോൾ 3y² z(x²) പ്ലസ് 2y(z³) x. ഓക്കെ, കഴിഞ്ഞു. ഇനി എന്താ വേണ്ട? ബി പാർട്ട്. എഫ് വൈ ഓഫ് എക്സ് വൈ സെഡ്. എഫ് വൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആരൊക്കെ കോൺസ്റ്റൻറ്റ്? എക്സും കോൺസ്റ്റൻറ്റ്, ഇസഡും കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് x³ y² z പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് x² y z³. യെസ്. വിത്ത് റെസ്പെക്ട് വൈ വരുമ്പോൾ ആരൊക്കെയാണ് ഫസ്റ്റ് ടേമിൽ കോൺസ്റ്റൻറ്റ്? x³ ഇസഡും കോൺസ്റ്റൻ്റ് ആണ്. y² ഡെറിവേറ്റീവ് എന്താ? 2y. പ്ലസ് വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ x² z³ കോൺസ്റ്റൻ്റ് ആണ്. വൈയുടെ ഡെറിവേറ്റീവ് എന്താ? 1. ഓക്കെ, ഒന്ന് അറേഞ്ച് ചെയ്താൽ പോരെ. അപ്പോൾ 2x³ zy പ്ലസ് x² z³ എന്ന് കിട്ടും. കറക്റ്റല്ലേ? ഓക്കെ, ഇനി ഒരു പാർട്ട് കൂടെ ഉണ്ടല്ലേ. എഫ് ഇസഡ് ഓഫ് എഫ് എക്സ് വൈ സെഡ് അല്ലേ. എഫ് ഇസഡ് എന്ന് വെച്ചാൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ഇസഡ് ഡെറിവേറ്റീവ് എടുക്കുക. വിത്ത് റെസ്പെക്ട് ഇസഡ് ചെയ്യുമ്പോൾ ആരൊക്കെ കോൺസ്റ്റൻറ്റ്? എക്സും വൈയും കോൺസ്റ്റൻറ്റ്. x³ y² z പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് x² y z³ ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ഇസഡ് ചെയ്യുമ്പോൾ ആരൊക്കെ കോൺസ്റ്റൻറ്റ്? x³ y² കോൺസ്റ്റൻറ്റ്, ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1. പ്ലസ് വിത്ത് റെസ്പെക്ട് ഇസഡ് ചെയ്യുമ്പോൾ x² y കോൺസ്റ്റൻറ്റ്, z³ ഡെറിവേറ്റീവ് 3z². ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കാം. x³ y² പ്ലസ് 3x² y z². 3x² y z². യെസ്. ഓക്കെ അല്ലേ. അപ്പോൾ എഫ് എക്സ്, എഫ് വൈ, എഫ് ഇസഡ് മൂന്ന് ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. അടുത്ത ദിവസത്തിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെയാണ് ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. ഗിവൺ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ആണ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഇ റൈസ് ടു x² പ്ലസ് y² പ്ലസ് z² എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ താഴെ പറയുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. വേഗം കണ്ടുപിടിക്കാം. ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡോ എഫ് ബൈ ഡോ എക്സ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇ റൈസ് ടു എക്സ് എന്ന് വിചാരിക്കണം അല്ലേ. അപ്പോൾ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. തീർന്നോ? ഇല്ല. ഇൻറ്റു എക്സ് അല്ലാതെ ഏത് ടേമാണോ വന്നത് ആ ടേമിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ വേഗം പറഞ്ഞേ. ഡോ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ ഇവരെ രണ്ടുപേരെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. x² ഡെറിവേറ്റീവ് എന്താ? 2x. അപ്പോൾ 2x ആദ്യമേ എഴുതി. ഇ റൈസ് ടു x² പ്ലസ് y² പ്ലസ് z² കിട്ടി. ഇത് ചെയ്യാൻ എളുപ്പം. ശരിക്കും ഇത് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായില്ലേ അടുത്ത വിത്ത് റെസ്പെക്ട് വൈയുടെ ആൻസർ എന്തായിരിക്കും? 2y ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ഇസഡിൻ്റെ ആൻസർ എന്തായിരിക്കും? 2z ഇൻറ്റു. ഇത് തന്നെയാണ് ആൻസർ അല്ലേ. ഇനി ചെയ്ത് നോക്കിയില്ലെങ്കിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ബി പാർട്ട് എന്താ? ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഇനി എഴുതണ്ട അല്ലേ. ഇ റൈസ് ടു x² പ്ലസ് y² പ്ലസ് z² ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് x² പ്ലസ് y² പ്ലസ് z². അപ്പോൾ റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ എക്സും ഇസഡും കോൺസ്റ്റൻറ്റ്, y² ഡെറിവേറ്റീവ് 2y. അപ്പോൾ 2y ഇൻറ്റു ഇ റൈസ് ടു x² പ്ലസ് y² പ്ലസ് z² എന്ന് വരും. ദെൻ സി പാർട്ട് എഴുതുന്നില്ല. സി പാർട്ട് ജസ്റ്റ് ഒന്ന് എഴുതുന്നുള്ളൂ. ഡോ എഫ് ബൈ ഡോ ഇസഡ് എന്താ? 2z ഇൻറ്റു ഇ റൈസ് ടു x² പ്ലസ് y² പ്ലസ് z². എന്ത് ഈസിയാന്ന് നോക്കിയേ. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും പാർഷ്യൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ വേരിയബിളൊക്കെ മാറി തുടങ്ങി അല്ലേ. പുതിയ വേരിയബിൾ ആർ തീറ്റ ഫൈ ഒക്കെ വന്നു കേട്ടോ. ആംഗുലർ എന്താണ് റേഞ്ചൊക്കെ വന്നു. ആർ ക്യൂബ് sin² തീറ്റ കോസ് ഫൈ. ഓക്കെ, അപ്പോൾ കൺസിഡർ ദ സ്കെയിലാർ ഫീൽഡ്. ഈ സ്കെയിലാർ ഫീൽഡ് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എഫ് ഓഫ് ആർ തീറ്റ ഫൈ വെർ ഇറ്റ് ഇസ് ഈക്വൽ ടു ആർ ക്യൂബ് sin² തീറ്റ കോസ് ഫൈ. കമ്പ്യൂട്ട് ദ ഫോളോയിങ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. യെസ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ഈ ഫംഗ്ഷന് വരുന്ന വേരിയബിൾസ് ഏതൊക്കെ? ആർ തീറ്റ ഫൈ ആണ്. ഈ ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ആർ ഡെറിവേറ്റീവ് എടുക്കണം, തീറ്റ എടുക്കണം, ഫൈ. ഈ മൂന്ന് ഡെറിവേറ്റീവ്സും കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ എ പാർട്ട് പറയുമ്പോൾ എങ്ങനെ വരും? എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ആർ ആണ് ഡെറിവേറ്റീവ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക. ആർ ക്യൂബ് sin² തീറ്റ കോസ് ഫൈ. ഓക്കെ, ഇത് പ്രോഡക്റ്റ് അല്ലേ. പ്രോഡക്റ്റ് ആകുമ്പോഴത്തേക്കും വിത്ത് റെസ്പെക്ട് ആർ ക്യൂബ് ചെയ്യുമ്പോൾ ആരൊക്കെ കോൺസ്റ്റൻറ്റ്? തീറ്റയിൽ വരുന്ന ഫംഗ്ഷനും ഫൈയിൽ വരുന്ന ഫംഗ്ഷനും കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ ആരൊക്കെ കോൺസ്റ്റൻറ്റ്? sin² തീറ്റയും കോസ് ഫൈവും കോൺസ്റ്റൻ്റ് ആണ്. ഇനി ആര് മാത്രമേ ഉള്ളൂ? ആർ ക്യൂബ്. ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ?
3r². എക്സ് ക്യൂബ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ 3r². അപ്പോൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? 3r² sin² തീറ്റ cos ഫൈ. ഓക്കെ. ദെൻ ബി പാർട്ട് ഡോ എഫ് ബൈ ഡോ തീറ്റ. ഡോ എഫ് ബൈ ഡോ തീറ്റ എന്ന് വെച്ചാൽ ഡോ ബൈ ഡോ തീറ്റ ഓഫ് r³ sin² തീറ്റ കോസ് ഫൈ ഇസ് ഈക്വൽ ടു റെസ്പെക്ട് തീറ്റ ചെയ്യുമ്പോൾ ആരൊക്കെ കോൺസ്റ്റൻറ്റ്? r³ കോസ് ഫൈയും കോൺസ്റ്റൻറ്റ്. ഇനി ആരുടെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി? ഡോ ബൈ ഡോ തീറ്റ ഓഫ് sin² തീറ്റ. ഇതൊന്ന് പറഞ്ഞേ. sin² തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചിന്തിക്കാം? സൈൻ തീറ്റ എന്നാണെങ്കിൽ ഡയറക്റ്റ് കോസ് തീറ്റ എന്ന് എഴുതായിരുന്നു. sin² തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് ചിന്തിക്കുക. x² ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിലല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് അല്ലേ? എങ്ങനെ ചിന്തിക്കണം? സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x². ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു സൈൻ തീറ്റ. തീർന്നോ? ഇല്ല. ഇൻറ്റു സൈൻ തീറ്റ അല്ലാതെ വരുന്ന ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ. ഓക്കെ അല്ലേ? അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു r³ കോസ് ഫൈ ഇൻറ്റു sin² തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും x² എന്ന് വിചാരിക്കുമ്പോൾ 2 സൈൻ തീറ്റ ഇൻറ്റു എന്ത് ചെയ്യണം? ഡോ ബൈ ഡോ തീറ്റ ഓഫ് എന്ത് ചെയ്യുക? സൈൻ തീറ്റ. ഓക്കെ. 2x എന്ന് ഇൻറ്റു സൈൻ തീറ്റ ഡെറിവേറ്റീവ്. അപ്പോൾ r³ കോസ് ഫൈ. ഇപ്പോൾ 2 സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, 2 സ്റ്റാർട്ടിങ് എഴുതി. സൈൻ തീറ്റ. ഇനി സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ? കോസ് തീറ്റ. ഓക്കെ. സി പാർട്ട് ഡോ എഫ് ബൈ ഡോ ഫൈ. ഡോ ബൈ ഡോ ഫൈ ഓഫ് r³ sin² തീറ്റ കോസ് ഫൈ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ഫൈ ചെയ്യുമ്പോൾ ആരൊക്കെ കോൺസ്റ്റൻറ്റ്? r³ sin² തീറ്റയും കോൺസ്റ്റൻ്റ് ആണ്. കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് എന്താ? കോസ് തീറ്റ എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. ഫൈ ഒരു ആംഗിളാണ്, അത്രയേ ഉള്ളൂ. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ അല്ലേ? അപ്പോൾ മൈനസ് സ്റ്റാർട്ടിങ്ങിൽ ടു സൈൻ ഫൈ. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ 3 പാർട്ടുമായി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ പറഞ്ഞ സ്കെയിലാർ ഫീൽഡ് പോലെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ. ഇതും രണ്ടെണ്ണം ചെയ്ത് കാണിച്ചാൽ ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എല്ലാം വീണ്ടും വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? അപ്പോൾ ഡോ ജി ബൈ ഡോ ആർ വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യാൻ പോകുന്നത്. വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യുകയാണ്. സൈൻ തീറ്റയും സൈൻ ഫൈയും കോൺസ്റ്റൻ്റ് ആണ്. ആരുടെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി? 1/r² മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഓക്കെ. 1/r² എന്നതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് 1/x⁻n എന്ന് വന്നാൽ ഡെറിവേറ്റീവിൻ്റെ ഫോർമുല -n/x⁻n + 1. നിങ്ങൾ നോർമലി വേണമെങ്കിൽ എക്സിന് മുകളിൽ കൊണ്ടുപോയിട്ട് നെഗറ്റീവ് പവർ വെച്ചിട്ട് ചെയ്താലും മതി. പക്ഷേ നമ്മൾ ഈ ഫോർമുല വെച്ചും പഠിച്ചിട്ടുണ്ട് അല്ലേ? 1/x⁻n എന്ന ഫോമിൽ വന്നാൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ്റെ ഫോർമുല എന്താ? -n/x⁻n + 1. അപ്പോൾ ആ ഒരു ഫോമിൽ തന്നെയല്ലേ ഇവിടെ കിടപ്പുള്ളത്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 1/r² എന്ന് വന്നാൽ എന്ത് ചെയ്യുക? ഇവിടെ എന്നിന് വരും 2 കൊടുക്കുക. അപ്പോൾ -2/x³ അതാണ് ആൻസർ. അപ്പോൾ എന്ത് കൊടുക്കുക? ഇവിടെ -2/x³ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ മൈനസ് സ്റ്റാർട്ടിങ് കൊടുത്തു. ആ 2/x³ എന്നുള്ളത് മതി. ഇവിടെ r³ അല്ലേ? r³ സ്റ്റാർട്ടിങ് കൊടുക്കുകയാണേ. സൈൻ തീറ്റ സൈൻ ഫൈ. ഓക്കെ. അപ്പോൾ ബി പാർട്ട് ഡോ ജി ബൈ ഡോ തീറ്റ വിത്ത് റെസ്പെക്ട് തീറ്റ ചെയ്യുമ്പോൾ 1/r² സൈൻ ഫൈയും കോൺസ്റ്റൻ്റ് ആണ്. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. കഴിഞ്ഞു. സി പാർട്ട് ഡോ ജി ബൈ ഡോ ഫൈ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ഫൈ ചെയ്യുമ്പോൾ ആരൊക്കെ കോൺസ്റ്റൻറ്റ്? 1/r² സൈൻ തീറ്റയും കോൺസ്റ്റൻറ്റ്. സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് കോസ് ഫൈ. യെസ്, സിമ്പിൾ അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും ഇതുപോലെ റോ ഫൈ തീറ്റ വരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. F = ρ² cos ഫൈ സൈൻ തീറ്റ. അപ്പോൾ എഫ് റോ എഫ് ഫൈ എഫ് തീറ്റ ഒക്കെ കണ്ടുപിടിക്കാൻ. അതായത് എഫ് റോ എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് റോ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എന്താ? ആരൊക്കെ കോൺസ്റ്റൻറ്റ്? കോസ് ഫൈയും സൈൻ തീറ്റയും കോൺസ്റ്റൻറ്റ്. ദെൻ ρ² ഡെറിവേറ്റീവ് എന്താ? 2 റോ അല്ലേ? അടുത്ത എഫ് ഫൈ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ഫൈ ചെയ്യുമ്പോൾ ആരൊക്കെ കോൺസ്റ്റൻറ്റ്? ρ² സൈൻ തീറ്റയും കോൺസ്റ്റൻറ്റ്. കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ ഫൈ. ദെൻ എഫ് തീറ്റ എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് തീറ്റ ചെയ്യുമ്പോൾ ρ² കോസ് ഫൈയും കോൺസ്റ്റൻറ്റ്. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഓക്കെ. ഏത് വേരിയബിളാണോ ചെയ്യുന്നത് കൂടെ നിൽക്കുന്ന ടേംസിനെയൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് വിചാരിക്കുക. ആ വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.
പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് തന്നെയാണ് ഒരു പ്രൂഫ് മോഡലിൽ ചോദിച്ചിരിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഫ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. ലോഗിനകത്ത് വരും. അപ്പോൾ ലോഗാണ് ഫംഗ്ഷൻ ലോഗ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ ഡബ്ല്യു എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻ ഒന്ന് പ്രൂവ് ചെയ്തെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൈൻ 2x ഇൻ 2 ഡെറിവേറ്റീവ് ആ രീതിയിൽ ഇത് പ്രൂവ് ദാറ്റ്. അപ്പോൾ LHS ഈക്വൽ ടു RHS കാണിക്കുക, അത്രയേ ഉള്ളൂ. അത് കാണുമ്പോൾ ഇച്ചിരി ഭയങ്കരനാണെന്ന് തോന്നുമെങ്കിലും ഭയങ്കര സിമ്പിളാണ്. അതിനകത്ത് ഒരു ടേം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ബാക്കി ഡെറിവേറ്റീവ് നമുക്ക് സിമിലർലി ഇട്ട് പോയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു പ്രൂവ് ദാറ്റിനകത്ത് ഈ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അല്ലേ. ഇപ്പോൾ ഡബ്ല്യുവിന് വിത്ത് റെസ്പെക്ട് എക്സും വിത്ത് റെസ്പെക്ട് വൈയും വിത്ത് റെസ്പെക്ട് ഇസഡും ഡെറിവേറ്റീവ് എടുക്കണം എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഡബ്ല്യു ഫംഗ്ഷൻ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഡെറിവേറ്റീവ് അങ്ങ് എടുക്കാം. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ എന്താ, ഡബ്ല്യു എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെ വിചാരിക്കണം, ലോഗ് എക്സ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x അല്ലേ. അപ്പോൾ 1 tan x പ്ലസ് tan y പ്ലസ് tan z. തീർന്നോ? ഇല്ല, ഇൻറ്റു എന്ത് ചെയ്യുക, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ ടേമിന് ഡെറിവേറ്റീവ് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇസ് ഈക്വൽ ടു നോക്കിയേ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ഈ ടേംസിനൊന്നും നോക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ വൈ അല്ലേ. അപ്പോൾ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, സീക്ക് സ്ക്വയർ എക്സ്. ഇത് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഫോമിലൊക്കെ തന്നത് കേട്ടോ. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് മുകളിൽ എഴുതട്ടെ, സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ്. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെറിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ഒരു ടേം ഒന്ന് എഴുതി വയ്ക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കുറേശ്ശെ എന്താ പ്രൂഫിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകാമല്ലോ. അപ്പോൾ സൈൻ 2x ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആ വേണ്ട അല്ലേ. സൈൻ 2x ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സിന് പകരം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ് എന്ന് പറയുന്ന ടേം കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് മാറ്റാം. സൈൻ 2x എന്ന് വെച്ചാൽ എന്താ, 2 sin x cos x എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അപ്പോൾ സൈൻ 2xനെ നമുക്ക് 2 sin x cos x എന്ന് എഴുതാം. ദെൻ സൈൻ 2xനെ 2 sin x cos x എന്ന റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, അറിയാലോ. സൈൻ 2x എന്ന് വെച്ചാൽ 2 sin x cos x ആണ് ഐഡൻറ്റിറ്റി. ഇനി സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, സീക്ക് സ്ക്വയർ എക്സിനെ 1 cos സ്ക്വയർ എക്സ് എന്ന് എഴുതാമല്ലോ. ഓക്കെ, സീക്ക് സ്ക്വയർ എക്സിനെ നമുക്ക് 1 cos സ്ക്വയർ എക്സ് എന്ന് എഴുതാം ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ്. ഓക്കെ, സീക്ക് സ്ക്വയർ എക്സിനെ 1 cos സ്ക്വയർ എക്സ് എന്ന് എഴുതി ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ്. ദെൻ ഇത് ആരെങ്കിലും ക്യാൻസൽ ആവുമോ നോക്കിയത്, ഇവിടെ കോസും ക്യാൻസലായി അല്ലേ. അപ്പോൾ നോക്കി ഇവിടെ താഴെ ഒരു കോസ് ഉണ്ട്. അപ്പോൾ സൈൻ ബൈ കോസ് അവിടെ ടാൻ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഇതിനെ നമുക്ക് 2 ഓരോ കോസ് ക്യാൻസൽ ആയിപ്പോയി, എന്നിട്ടും താഴെ ഒരു കോസ് ഉണ്ട്, കോസ് സ്ക്വയർ ആയിരുന്നില്ലേ. അപ്പോൾ സൈൻ ബൈ കോസിനെ നമുക്ക് ടാൻ എന്ന് എഴുതാം. അപ്പോൾ 2 tan x ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ. അപ്പോൾ അത് കണ്ടോ, ഈ ഒരു പ്രൂഫിനകത്തുള്ള ഒരു ടേം നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇനി ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ഈ ഒരു ടേം ഇങ്ങനെയാണെങ്കിൽ ബാക്കി ടേം നമുക്ക് സിമിലർലി ഇട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതായത് ഇപ്പോൾ സൈൻ 2x ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അല്ലേ, അതുപോലെ സൈൻ 2y ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്നാണ് വരുന്നതെങ്കിൽ എങ്ങനെ മാറും, ഇവിടെ 2 ടാൻ എക്സിന് പകരം എന്ത് വരും, 2 ടാൻ വൈ എന്ന് വരും. 2 ടാൻ വൈ ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ്. അപ്പോൾ നമുക്ക് സിമിലർലി എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. ഇതുപോലെ ഇസഡിലും എഴുതാലോ, സൈൻ 2z ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്ന് വെച്ചാൽ എന്താ, 2 ടാൻ ഇസഡ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ്. ഓക്കെ, ഇനി നമുക്ക് LHS ഈക്വൽ ടു RHS എന്ന ഫോമിൽ കൊണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം പ്രൂഫ് ആയി കഴിഞ്ഞു. അപ്പോൾ നോക്കിയാൽ ഇപ്പോൾ LHS എടുത്ത് LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ 2x ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് സൈൻ 2y ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് സൈൻ 2z ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് വിച്ച് ഇസ് ഈക്വൽ ടു അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, എന്തായിരുന്നു ഓരോ ടേമിനെ സമ്മായിട്ട് എടുക്കുക, എന്തായിരുന്നു 2 ടാൻ എക്സ് ബൈ വെറുതെ ഇനിയിപ്പം നോക്കി നമ്മൾ ഈ കണ്ടുപിടിച്ച എല്ലാ ടേമിൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ. എല്ലാവരുടെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ കൊടുത്താൽ പോരെ. അപ്പോൾ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ്
ടാൻ ഇസഡ് എന്ന് കൊടുത്തു. ഇനി ന്യൂമറേറ്ററിൽ എല്ലാ ടേമിലും ഒരു 2 കോമൺ അല്ലേ, അപ്പോൾ 2നെ പുറത്തിട്ടു. ബാക്കി എന്തൊക്കെ വരും? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ്. ആരൊക്കെ ക്യാൻസലായി? ഈ ടേം ക്യാൻസലായി. ബാക്കി എന്ത് വരും? 2. അത് തന്നെയല്ലേ RHS. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേ അല്ലേ? സൈൻ 2x ഈ ടേം ഇസ് ഈക്വൽ ടു 2 എന്ന് കാണിക്കാൻ പറഞ്ഞു. അത് തന്നെയല്ലേ കിട്ടിയത്? യെസ്. ഓക്കെ അല്ലേ? അപ്പോൾ വേറെ അത്യാവശ്യം ഇതിൽ കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സിമിലർലി ഇട്ടിട്ട് ബാക്കി ടേംസ് കൂടെ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്